ജൂപ്പിറ്റർ അതായത് വ്യാഴം സൂര്യനിൽ നിന്ന് നമ്മുടെ സോളാർ സിസ്റ്റത്തിലെ 5ാമത്തെ ഗ്രഹവും വലുപ്പത്തിൽ സോളാർ സിസ്റ്റത്തിലെ ഏറ്റവും വലിയ ഗ്രഹവുമാണ്. ജൂപ്പിറ്റർ ഇല്ലാതെ നമ്മുടെ ഭൂമിയിൽ ജീവൻ ഉണ്ടാക്കാൻ സാധ്യമേ ആയിരുന്നില്ല. ഈ ഗ്രഹം യഥാർത്ഥത്തിൽ നമ്മെ സംരക്ഷിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ്. എന്നാൽ ഈ ഗ്രഹം അതിന്റെ ഗുരുത്വാകർഷണം കാരണം ഭൂമിക്ക് നേരെ വരുന്ന പിണ്ഡങ്ങളെ തന്നിലേക്ക് വലിച്ചെടുക്കുന്നു. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയുമോ? എന്നാൽ റേഡാർ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ജൂപ്പിറ്ററിനെ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. റേഡാർ ടെലിസ്കോപ്പിലൂടെ നോക്കിയാൽ ജൂപ്പിറ്റർ അദൃശ്യമായി മാറുന്നു. ജൂപ്പിറ്റർ അവിടെ ഇല്ല എന്ന് തോന്നിപ്പോകും. ജൂപ്പിറ്ററിന്റെ എല്ലാ ഉപഗ്രഹങ്ങളും നമുക്ക് സാധാരണയായി കാണാൻ സാധിക്കും. എന്നാൽ ജൂപ്പിറ്ററിനെ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ജൂപ്പിറ്റർ പൂർണ്ണമായും പൊള്ളയാണോ? നമ്മൾ അതിന്റെ ഒരു വശത്തു കൂടി ഉള്ളിൽ പ്രവേശിച്ചാൽ മറുവശത്തു കൂടി പുറത്തേക്ക് വരുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് എപ്പോഴാണ് ലഭിക്കുന്നത് എന്നാൽ നമ്മൾ സ്വയം ജൂപ്പിറ്ററിൽ ലാൻഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ വരൂ, ഇന്ന് നമ്മൾ ജൂപ്പിറ്ററിന്റെ അടുത്തേക്ക് പോകുന്നു. നമ്മൾ ജൂപ്പിറ്ററിന്റെ ഉള്ളിലേക്ക് ചാടിയാൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാൻ നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് പോകാം. സ്റ്റോറി ലോകത്തിന്റെ വേറൊരു അത്ഭുതകരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നേക്ക് 450 കോടി വർഷങ്ങൾക്ക് മുമ്പ് സൗരയൂഥം രൂപപ്പെടാൻ തുടങ്ങിയ സമയത്ത് പ്രപഞ്ചത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പൊടിപടലങ്ങൾ ഒത്തുചേർന്നാണ് ഗ്രഹങ്ങളും സൂര്യനും എല്ലാം ഉണ്ടായത്. സൂര്യൻ ഒരു നക്ഷത്രമായി മാറിയപ്പോൾ ബാക്കിയുള്ള ഗ്രഹങ്ങളും അതിനൊപ്പം രൂപപ്പെടുകയായിരുന്നു. സത്യത്തിൽ നമ്മുടെ സൗരയൂഥത്തിൽ 2 നക്ഷത്രങ്ങൾ ഉണ്ടാകേണ്ടതായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ 2ാമത്തെ നക്ഷത്രമാകേണ്ടിരുന്ന ആകാശഗോളത്തിന് ആവശ്യത്തിന് ദ്രവ്യം കിട്ടിയില്ല. അങ്ങനെ അതൊരു ഗ്രഹമായി മാറി. ആ ഗ്രഹമാണ് നമ്മുടെ വ്യാഴം, അതായത് ജൂപ്പിറ്റർ. വ്യാഴം സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം മാത്രമല്ല, അതിനെ ഒരു പരാജയപ്പെട്ട നക്ഷത്രം എന്നും വിളിക്കാറുണ്ട്. കാരണം ഇതിന്റെ ഘടന ഒരു നക്ഷത്രത്തെ പോലെ തന്നെയാണ്. കൂടുതലും ഹൈഡ്രജനും ഹീലിയവും വാതകങ്ങൾ കൊണ്ടാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. സൗരയൂഥം രൂപപ്പെടുന്ന സമയത്ത് വ്യാഴത്തിനൊരു നക്ഷത്രമാകാൻ പറ്റിയില്ല. കാരണം അതിനാവശ്യമായ ഭാരം, അതായത് മാസ് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇതിന് എന്നേക്കുമായ ഒരു ഗ്രഹമായി മാത്രം ഒതുങ്ങേണ്ടി വന്നു. കണക്കുകൂട്ടലുകൾ അനുസരിച്ച് വ്യാഴത്തിനെ പോലെയുള്ള 10 ഗ്രഹങ്ങൾ ഒന്നിച്ചു ചേർന്നാൽ മാത്രമേ അതിനൊരു നക്ഷത്രമാകാൻ കഴിയൂ. പക്ഷേ അതൊരു ഗ്രഹമായി തന്നെ തുടർന്നു. നക്ഷത്രങ്ങളുടെ ഭാരവും സാന്ദ്രതയും വളരെ കൂടുതലാണ്. അത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ സൗരയൂഥത്തിന്റെ ആകെ ഭാരം എന്ന് പറയുന്നത് 99.86% സൂര്യന്റെ ഭാരമാണ്. ബാക്കിയുള്ള വെറും 0.14% എല്ലാ ഗ്രഹങ്ങളും അവയുടെ ചന്ദ്രന്മാരെല്ലാം വരുന്നത്. ഇതിൽ നിന്ന് തന്നെ ഒരു നക്ഷത്രം ഏതൊരു സാധാരണ ഗ്രഹത്തെക്കാളും എത്രമാത്രം വലുതാണ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. എങ്കിലും വ്യാഴത്തെ മറ്റെല്ലാ ഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് വ്യാഴത്തിന് 79 ചന്ദ്രന്മാരുണ്ട്. ശനി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചന്ദ്രന്മാരുള്ളത് വ്യാഴത്തിനാണ്. ഇത് കൂടാതെ വ്യാഴം അതിന്റെ അച്ചുതണ്ടിൽ മണിക്കൂറിൽ 47,300 കിലോമീറ്റർ വേഗത്തിലാണ് കറങ്ങുന്നത്. നമ്മുടെ സൗരയൂഥത്തിൽ ഏറ്റവും വേഗത്തിൽ കറങ്ങുന്ന ഗ്രഹമാണ് വ്യാഴം. ഇത്രയും വേഗതയുള്ളത് കൊണ്ട് വ്യാഴത്തിലെ ഒരു ദിവസം വെറും 10 മണിക്കൂർ കൊണ്ട് തീരും. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും വ്യാഴത്തിൽ പോയി ഇറങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല. കാരണം വ്യാഴത്തിൽ എവിടെയും കട്ടിയുള്ള നിലമില്ല. അത് പൂർണ്ണമായും വാതകങ്ങൾ മാത്രമുള്ള ഒരു ഗ്രഹമാണ്. കൂടാതെ അവിടുത്തെ അന്തരീക്ഷത്തിൽ ഭയങ്കരമായ മർദ്ദനം, അതായത് പ്രഷറുമുണ്ട്. നിങ്ങൾ അബദ്ധത്തിൽ പോലും അവിടുത്തെ അന്തരീക്ഷത്തിൽ പെട്ടുപോയാൽ ആ വലിയ പ്രഷർ കാരണം ഒരു സെക്കൻഡിനുള്ളിൽ നിങ്ങൾ മരിച്ചു പോകും. ഭൂമിയെ പോലെ മറ്റെല്ലാ ഗ്രഹങ്ങൾക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ചിലതിന്റെ ശക്തി വളരെ കുറവാണ്, എന്നാൽ ചിലതിന്റെ ശക്തി വളരെ കൂടുതലാണ്. നമ്മുടെ സൗരയൂഥത്തിൽ ഏറ്റവും ശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് വ്യാഴത്തിനാണ്. എന്നാൽ ഏറ്റവും ശക്തി കുറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് ബുധനാണ്, അതായത് മെർക്കുറി. ഒരു ഗ്രഹം എത്ര വേഗത്തിൽ കറങ്ങുന്നുവോ അത്രയും ശക്തമായിരിക്കും അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. വേഗത കുറഞ്ഞ ഗ്രഹങ്ങൾക്ക് ശക്തി കുറവുമായിരിക്കും. അതുകൊണ്ടാണ് ബുധന് ശക്തി കുറവും വ്യാഴത്തിന് ശക്തി കൂടുതലും ഉള്ളത്. വ്യാഴത്തിന്റെ ഈ അതിശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹമാണ്. ശാസ്ത്രജ്ഞർ പറയുന്നത് സൗരയൂഥം ഉണ്ടായി 1.5 കോടി വർഷങ്ങൾക്ക് ശേഷം വ്യാഴത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് പൂർണ്ണമായും ശക്തമായപ്പോൾ അത് തന്റെ അടുത്തുകൂടി പോകുന്ന എല്ലാ വസ്തുക്കളെയും തന്നിലേക്ക് വലിച്ചെടുക്കാൻ തുടങ്ങിയെന്നാണ്. ഇത് തന്നെയാണ് വ്യാഴം പണ്ടും ചെയ്തത്, ഇന്നും ചെയ്യുന്നത്, നാളെയും ചെയ്യാൻ പോകുന്നത്. തന്റെ ശക്തമായ കാന്തശക്തി ഉപയോഗിച്ച് വ്യാഴം ഭൂമിക്ക് നേരെ വരുന്ന ഉൽക്കകളെയും ചിഹ്നഗ്രഹങ്ങളെയും നേരെ പോകാൻ അനുവദിക്കാതെ തന്നിലേക്ക് ആകർഷിക്കുന്നു. അങ്ങനെ ചൊവ്വയ്ക്കും ഭൂമിക്കും നേരെ വരേണ്ടിയിരുന്ന ഉൽക്കകളെയെല്ലാം വഴിമാറി വ്യാഴത്തിന് നേരെ പോയി. ഇതിന്റെ ഫലമായി ഭൂമിയിലേക്ക് വരുന്ന ഉൽക്കകളുടെ എണ്ണം വളരെ
വളരെ കുറഞ്ഞു. ഭൂമിക്ക് സുരക്ഷിതമായി മാറാനും ഇവിടെ ജീവൻ നന്നായി വളരാനും ആവശ്യത്തിന് സമയം കിട്ടി. അതുകൊണ്ട് നമ്മൾ എല്ലാവരും വ്യാഴത്തിന് നന്ദി പറയണം എന്ന് ഞാൻ പറയുന്നു. വ്യാഴം ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ചൊവ്വാഗ്രഹത്തിനും വ്യാഴത്തിനും ഇടയിൽ ഉൽക്കകളുടെ ഒരു വലിയ ശേഖരം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിനെയാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് വിളിക്കുന്നത്. ഈ ആസ്ട്രോയിഡ് ബെൽറ്റിൽ 10,000-ലധികം ഉൽക്കകൾ ഉണ്ടെന്നാണ് കണക്കുകൂട്ടൽ. ഒന്ന് ആലോചിച്ചു നോക്കൂ, വ്യാഴം ഇല്ലായിരുന്നെങ്കിൽ ഈ ഉൽക്കകളെല്ലാം ഭൂമിയിലേക്ക് വരുമായിരുന്നു. വ്യാഴം കാണിച്ച വലിയ മനസ്സുകൊണ്ടാണ് നമ്മുടെ ഭൂമി ഇത്രയും വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. എന്നാൽ ഇതിനർത്ഥം എല്ലാ ഉൽക്കകളെയും വ്യാഴം തടയും എന്നല്ല. ചില ഉൽക്കകൾ ഈ കാന്തിക ശക്തിയും ഭേദിച്ച് ഭൂമിക്ക് നേരെ വരാറുണ്ട്. ചിലത് ചെറുതാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ ചിലത് ഭൂമിയെ ഇടിച്ചാൽ വലിയ നാശം ഉണ്ടാക്കാൻ തക്ക വലുപ്പമുള്ളതുമാണ്. പക്ഷെ ഭാഗ്യത്തിന് അവയെല്ലാം ഭൂമിയുടെ തൊട്ടരികിലൂടെ ഒരു അപകടവും ഉണ്ടാക്കാതെ കടന്നു പോകാറാണ് പതിവ്. എന്നാൽ ചരിത്രത്തിൽ എപ്പോഴും നമ്മൾ ഇങ്ങനെ രക്ഷപ്പെട്ടിട്ടില്ല. എപ്പോഴൊക്കെ വലിയ ഉൽക്കകൾ ഭൂമിയിൽ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ വലിയ നാശം ഉണ്ടായിട്ടുണ്ട്. 6.5 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ ഉൽക്ക ഭൂമിയിൽ വന്നിടിച്ചപ്പോഴാണ് ഭൂമിയിൽ ഉണ്ടായിരുന്ന ഡൈനോസറുകൾ പൂർണ്ണമായും ഇല്ലാതെയായത്. അപ്പോൾ ആലോചിച്ചു നോക്കൂ, ആ ആസ്ട്രോയിഡ് ബെൽറ്റിലുള്ള 10,000 ഉൽക്കകളും നമ്മുടെ ഭൂമിയിൽ വന്നിടിച്ചെങ്കിൽ ഇന്ന് ഭൂമി തന്നെ കഷ്ണങ്ങളായി തകർന്നു പോകുമായിരുന്നു. പക്ഷെ നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമുക്ക് കാവലായി ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ വ്യാഴം അവിടെയുണ്ട്. വ്യാഴം ഈ വലിയ അപകടങ്ങളിൽ നിന്നെല്ലാം നമ്മളെ കാത്തുരക്ഷിക്കുന്നു. വ്യാഴമില്ലായിരുന്നെങ്കിൽ ഭൂമിയുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. മനുഷ്യനുണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഭൂമി നശിച്ചു പോയേനെ. അതുകൊണ്ട് പ്രിയ കൂട്ടുകാരെ, നമ്മൾ വ്യാഴത്തിനോട് എന്നും നന്ദിയുള്ളവരായിരിക്കണം. വ്യാഴത്തിന്റെ ഈ കാവലിന് വേണ്ടി ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് എന്തായാലും നൽകാം. അപ്പോൾ ഒട്ടും മടിക്കാതെ ആ ലൈക്ക് ബട്ടൺ അമർത്തുക. കമന്റ് ബോക്സിൽ താങ്ക് യു ജൂപ്പിറ്റർ അല്ലെങ്കിൽ താങ്ക് യു വ്യാഴം എന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോയിലൂടെ പുതിയതായി എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ പുതിയതായി എന്തെങ്കിലും പഠിക്കാനോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും ഷെയർ ചെയ്യൂ. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.